ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിൻസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടി ബോണ്ടയാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല മുരുമുരാന്നുള്ള നമ്മുടെ കുട്ടി ബോണ്ട ഒരു ചെറു ചൂടോട് കൂടി നമ്മുടെ ചമ്മന്തിയുടെയും അതേപോലെ തന്നെ ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ 4 മണി ചായക്ക് ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ബോണ്ടയും കൂടിയാണ്. കണ്ടോ, നമുക്കൊരു ഏകദേശം ഒരു 1.5 കപ്പ് മാവിൽ നിന്ന് ഇത്രയും ഒരു പ്ലേറ്റ് നിറയെ ബോണ്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1.5 കപ്പ് നമ്മുടെ ഇഡ്ഡലി മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഡ്ഡലി മാവ്, ദോശ മാവൊക്കെ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളത്തെ മാവാട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പുളിച്ച മാവ് വേണം എടുക്കാനായിട്ട്. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ ചെറിയൊരു പുളിപ്പോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം 250 ml കപ്പിന് 1.5 കപ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എടുത്ത് റവയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, കാരണം ഞാൻ ഈ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു നല്ലൊരു ബോണ്ടയുടെ പരുവത്തിന് നമുക്ക് കിട്ടിയത്. അപ്പോൾ പലരുടെ കയ്യിലിരിക്കുന്ന മാവിൻ്റെ വ്യത്യാസം അനുസരിച്ച് അരിപ്പൊടിയിലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ മാവ് ഇവിടെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ആ മാവിലേക്ക് ഒരു ചെറിയൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് ബോണ്ട കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കടുകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ആണെങ്കിൽ നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഒരു 1/4 കപ്പ് സവാള ചെറുതായിട്ട് പൊടിയായിട്ട് കൊത്തിയരിഞ്ഞതോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതൊരു 10-20 എണ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ കുഞ്ഞുള്ളി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. എളുപ്പത്തിന് വേണ്ടി നമ്മൾ കൊച്ചു സവാള എടുത്തു എന്നേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. പതുക്കെ നമ്മുടെ ഈ സവാള ഒന്ന് വാടി വന്നാൽ മാത്രം മതി, ഒരുപാടൊന്നും മൂത്ത് പോകണ്ട. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും നമ്മുടെ ഈ ബോണ്ടയ്ക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് മുളക് പൊടി കൊണ്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി ഗ്യാസ് അങ്ങ് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഈ മുളക് പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ മാവാണെങ്കിലും ചെറുതായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതായത് പതുക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഉള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മാവാണെങ്കിലും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒട്ടും കട്ടിക്കല്ല ഇരിക്കുന്നത്, കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കണ്ടത് ഈ ഒരു പരുവത്തിൽ വേണം, ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ അരിപ്പൊടി അതനുസരിച്ച് നോക്കി കുറച്ച് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയോ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തേണ്ടായിരുന്നില്ല, വേറൊന്നുമല്ല, ഞാൻ ദോശമാവിന് ഓൾറെഡി ഉപ്പ് ചേർത്തുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ദോശമാവിന് ചേർത്തുള്ളെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അരിപ്പൊടിയുടെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് ഇതേപോലെ സ്പൂണിലെടുത്ത് കുറച്ച് നമ്മുടെ ചൂടായ എണ്ണയിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ മാവ് ലൂസാണെന്നുണ്ടെങ്കിൽ ഓയിലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ കറക്റ്റായിട്ട് വന്നതുകൊണ്ടാണ്, അരിപ്പൊടിയുടെ അളവൊക്കെ കറക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഇതേപോലെ നമ്മുടെ ബോണ്ടയും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടേ ഉള്ളൂ. ഒരുപാടൊന്നും മുരിഞ്ഞൊന്നും പോകണ്ട. ദോശമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളൂ. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. നോക്കി നിന്നിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2 വശം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് ഇങ്ങ് മാറ്റി വയ്ക്കാം. ഒരുപാട് കളർ മാറാതെ നിൽക്കണ്ട. ഗ്യാസ് ഒരു മീഡിയത്തിൽ മാത്രം വെച്ചാൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് മുഴുവൻ ഇങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ട കുട്ടി ബോണ്ട ആയതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വരികയും ചെയ്യും. അങ്ങനെ ഒരു സെറ്റൊക്കെ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ദോശമാവ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സും കൂടിയാണ്. നമ്മളിപ്പോൾ എപ്പോഴാണെങ്കിലും ദോശ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കുന്നതല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് 1 കപ്പ് മാവാണെങ്കിലും എടുത്ത് മാറ്റി വെച്ച് ഇതേപോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് കഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് തണുത്തിട്ട് കഴിക്കുന്നതിനേക്കാളും ഒരു ചെറു ചൂടോടെ ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്നും കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇതേപോലെ ഒരു സ്നാക്സ് പെട്ടെന്ന് ഉണ്ടാക്കി തട്ടിക്കൂട്ടി നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബോൾസിൻ്റെ വലിപ്പം അനുസരിച്ച് എണ്ണത്തിലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിലൊന്ന് വ്യത്യാസം വന്നിരിക്കും.
അപ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ കുട്ടി ബോണ്ട നമുക്ക് കിട്ടുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്തതിൻ്റെ കളറാണ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്താൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നമ്മൾ ചെറിയ ബോൾസ് ആയതുകൊണ്ട് ഉൾഭാഗമൊക്കെ ആണെങ്കിൽ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും. ഏറ്റവും കൂടി ഒരു 10 മിനിറ്റ് അത്രയും മാത്രം മതിയാകും. അപ്പോൾ ഈ സ്നാക്സിന് മുമ്പായിട്ട് വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.